സുഹൃത്തുക്കളെ, ഇങ്ങനൊരു പണി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളെ ഒരു 5 വലിയ പ്ലാവുകളിൽ താണ്ടെ നല്ല പഴുപ്പിക്കാനായിട്ട് നടത്തി. നല്ല അടിപൊളി പ്ലാവ് എന്താ ചെയ്യാനതാ മരത്തോടുകൂടി അതിന്റെ വേരോടുകൂടി അങ്ങ് വീഴുന്നത് വീണ് അമ്മാതിരി കാറ്റായിരുന്നു. എന്താ ചെയ്യാനാന്ന് പറയാ. ഇത് താണ്ടെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന നോക്കി. അതിനകത്ത് മൊത്തം കൊടിയും ഒക്കെ വെച്ച് സെറ്റായിരുന്നായിരുന്നു. ചിമിട്ട് പണി രാവിലെ 8ന്റെ പണി എന്ന് പറയും അല്ലേ. അതുകൊണ്ട് ഒരു കടപൊഴിയെ വീണ് കേട്ടോ. മേളി വെച്ചതൊന്നുമല്ല, താഴോട്ട് നല്ലപോലെ റൂട്ട് വർഷങ്ങൾ പഴക്കമുള്ളത്. ഒരു 10-15 രൂപയെല്ലാം പഴക്കമുള്ള വലിയ പ്ലാവ് ചക്കയെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഭംഗി വന്നേ, അതായത് നോക്കിയേ എന്തുമാത്രം ചക്കയാ പോയി കിടക്കുന്നേ നോക്കി. എന്തോ പറയാനാന്ന് പറയാം. പ്ലാവ് നല്ല അടിപൊളി പ്ലാവായിരുന്നു കേട്ടോ. ഇതെല്ലാം ചക്ക കിടക്ക് നോക്കി. നല്ല അടിപൊളി ചക്കയായിരുന്നു. അതേപോലെ അടുത്തത് ഈ സൈഡ് നോക്കി. ഇത് മൊത്തം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടാ നോക്കി. ഇവിടെ മൊത്തം പിന്നെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ ചക്ക. കിടക്ക് നോക്കി. അയ്യോ കണ്ട് താണ്ടെ ഈ സൈഡ് ഒന്നേതാ ചക്ക കിടക്ക് നോക്കി. ഇതേപോലൊരു വിഷമമില്ല. നല്ല അടിപൊളി ചക്കയായിരുന്നു. ഫുള്ള് ഇപ്പോഴത്തെ കാറ്റത്ത് പോയതാ. കിടക്കുന്നു. 1 2 3 4 5 ചക്ക. താണ്ടെ ഒരു വലിയ ചക്ക കിടക്കുന്നു. ഇത്രയും ചക്ക ഒറ്റയടിക്ക് നമുക്ക് നല്ല കിടിലൊരു പണിയായി പോയി രാവിലെ. ഇനി നമുക്ക് പ്ലാവുണ്ട്. പ്ലാവ് പോയെന്നും പറഞ്ഞ് നമ്മൾ വെക്കാന്ന് ഇരിക്കത്തില്ല, ഇനിയും വെക്കും. താണ്ടെ ഈ പ്ലാവ് നോക്കി. ആ താഴെ നിന്ന് മേളിലോട്ട് ചക്കയുണ്ട്. എന്നാലും ഒരെണ്ണം പോകുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും. നോക്കി മേളിലോട്ട്. അതിനകത്ത് കൊടിയും കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൊടി വെച്ചേക്കുന്ന കേട്ടാ. നല്ല പന്നിയൂർ കരിമുണ്ടൊക്കെ വെച്ചേക്കുവാ തൈകള്. രാവിലെ നല്ല ചിമിട്ടൊരു പണിയായി പോയി. ഓക്കെ, നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ച്. ഇതേപോലെ മഴ സമയങ്ങളിൽ നിങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നതൊക്കെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ എന്താ പറയാ, മരങ്ങള് വീടിന്റെ മേളിലോട്ട് വീഴുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വേറെ നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ കമ്പൊക്കെ ഒന്ന് കോതി കാറ്റ് പോകത്തക്ക രീതിയിലും ആക്കി കൊടുക്കുക. കാറ്റ് പിടിച്ചാണ് ഇവ മറിഞ്ഞു വീഴുന്നത്. അതും കൂടെ ഒന്ന് സൂക്ഷിക്കുക. അന്നേരം യാത്രകളൊക്കെ പരമാവധി മലയോര പ്രദേശങ്ങളിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട്, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശ റോഡുകൾ സൂക്ഷിക്കുക. കടലൊക്കെ കയറി കിടക്കുവാണ്. മരം നമ്മൾ പിന്നെയും വെക്കും. നമ്മളെ ജീവൻ കളയരുത്. ഓക്കെ.